നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും നോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലെന്നും പറയാം. ഒരു അപേക്ഷയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. കുഞ്ഞിപ്പരലുകൾ തുള്ളി തുള്ളി. കുഞ്ഞിപ്പരലുകൾ തുള്ളി തുള്ളി എന്നാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. ദാ നിങ്ങളുടെ സമയം തുടങ്ങി. ഉത്തരമാണ് അരി തിളയ്ക്കുക. ശാശി ശുമ്മാക്കിട, ശപ്പൻ നായരുടെ മേലേക്കിട. ഈ കടുങ്കഥ കേട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ദാ സമയം തുടങ്ങി. ഉത്തരമാണ് കടുക് വറുത്ത് കറിയിൽ ഇടുക. ശീശി രണ്ടൊച്ച, എടുത്തു നോക്കി നൂറോട്ട. നമ്മൾ പതിവായി കഴിക്കാറുള്ള ഒരു ഭക്ഷണമാണ്. ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. സമയം തുടങ്ങി. ഉത്തരമാണ് ദോശ. പുളിയില പോലെ കുറിയ ഒരു വസ്തു. തേങ്ങയും ചക്കരയും കൂട്ടി തിന്നാൽ ബഹുരസം. എന്തൊരു സ്വാദുള്ള ഭക്ഷണമാണെന്നറിയാം. ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സമയം തുടങ്ങി. ഉത്തരമാണ് അവൽ. ഞങ്ങൾ തൃശ്ശൂർക്കാര് അവൽ വിളയിച്ചതെന്നും പറയും. കൊമ്പത്തിരിക്കും പക്ഷിയല്ല, ആറ്റിൽ കിടക്കും മീനല്ല. കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ഭക്ഷണമാണ്. ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. ദാ നിങ്ങളുടെ സമയം തുടങ്ങി. ഉത്തരമാണ് ഉപ്പുമാങ്ങ. ഇലയില്ലാത്ത മരത്തിൽ നിന്ന് പൂക്കൾ കൊഴിയുക. ഇവിടെ പൂക്കളാണ് ഭക്ഷണം. ഏതാണ് ഭക്ഷണം അറിയുന്നവർ കമന്റ് ചെയ്യുക. ഉത്തരമാണ് നാളികേരം ചിരകുക. ഇത്തിരിയുള്ളൊരു നല്ലാണ്ടി, വയറുകീറി ചത്താണ്ടി. ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭക്ഷണമാണ്. ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. ഉത്തരമാണ് നെല്ല് പുഴുങ്ങുക. അട്ടത്തിട്ട കൊട്ടത്തേങ്ങയ്ക്ക് തൂക്കിപ്പിടിക്കാൻ ഞെട്ടില്ല. നമ്മൾ എളുപ്പത്തിൽ പല ഭക്ഷണങ്ങളും ഇതുകൊണ്ടുണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ആ ഭക്ഷണം? ഉത്തരമാണ് മുട്ട. 5 കോലം കിളികൾ കൂടി ഒരു മുട്ടയിട്ടു. ഏതാണ് ആ മുട്ട? ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. ഉത്തരമാണ് കയ്യിൽ ചോറുള്ള. നെല്ലിപ്പുളി നായരും തേങ്ങാപ്പുളി നായരും ഇല്ലിപ്പുളി നായരുടെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ കോൽപ്പുളി നായർ കുത്തി പുറത്താക്കി. അപ്പൊ ഏതാണ് ആ നായര്? അറിയുന്നവർ കമന്റ് ചെയ്യുക. ഉത്തരമാണ് പുട്ട് ഉണ്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.